എൻ്റെ അമ്മയെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ വീഡിയോ വളരെ ലെങ്ത് കുറച്ചാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഒരുപാട് നാളെ ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ എടുത്തത്. അതിന്റെ മെയിൻ കാരണം വ്യൂസിന്റെ കുറവുകൊണ്ടാണ് ഗൈസ് ഞാൻ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാത്തത്. കാരണം വ്യൂസ് കുറവാണ്, ഷോർട്ട് വീഡിയോസ് ആണ് ഒരുപാട് ആൾക്കാർ കാണുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം റീച്ച് കിട്ടുക എന്നുള്ളത് തന്നെയാണല്ലോ, അല്ല നമ്മൾ സത്രമൊന്നും അല്ലല്ലോ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ലോങ് വീഡിയോസ് ചെയ്യാത്തതാണ്. അപ്പൊ കൂടുതൽ ആൾക്കാരൊക്കെ അത് കാണാനാണ് താല്പര്യവും. അപ്പൊ എന്തായാലും എന്ന് വിചാരിച്ചു ഒരു പുതിയൊരു പാക്ക്, ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു പുതിയൊരു പാക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് ഒരുപാട് ദിവസം കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പൊ നല്ല റിസൾട്ട് കിട്ടി, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ലോങ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ള സംഭവത്തിന്റെ പേരാണ് ഞവര അരി എന്ന് പറയും. ഇത് ആയുർവേദ കടകളിൽ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ കുറവാണ്, പക്ഷെ ആയുർവേദ കടകളിലൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അതുപോലെ അങ്ങാടി കടകളിലും കിട്ടും. 1 കിലോയ്ക്ക് 40 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ അരിയുടെയൊക്കെ ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്, പക്ഷെ അതിന് അരിയേക്കാൾ കൂടുതൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നതും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ള സംഭവം. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിച്ച് പാക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പൊ എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയുമാണ്. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് ആ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 1 സ്പൂൺ ഞവരരി പൊടിച്ചതിലേക്ക് ഞാൻ ഇവിടെ ചേർക്കുന്നത് കടലപ്പൊടിയാണ്. നിങ്ങൾക്ക് അതിന് പകരം മസൂർ ദാൽ പൊടിച്ചതോ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയോ ആഡ് ചെയ്യാവുന്നതാണ്. ഫേസിൽ നന്നായിട്ട് ടാൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഒന്നിലും കേർഡ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാ കേർഡും ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ കേർഡ് ഏതൊക്കെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പ്രത്യേകിച്ച് വെള്ളം ആഡ് ചെയ്യുന്നില്ല, ഇതിന് പകരം കേർഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ പാക്ക് മാത്രം കണ്ടിട്ട് കാര്യമില്ല, ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കണമെന്നും കൂടെ മനസ്സിലാക്കണം. അത് വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടും പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, എന്റെ ബെയർ ആയിട്ടുള്ള സ്കിന്നാണിത്. പിന്നെ ഞാൻ കുറച്ചും കൂടി സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ സ്കിന്ന് നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആണ് ഇപ്പം, അതാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഫേസിൽ നല്ലൊരു ഗ്ലോയിങ് കാണുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഫേസിൽ ഇത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കാണിക്കാം. എൻ്റെ അമ്മേ, നിങ്ങൾ കണ്ടോ ഇതിന്റെ റിസൾട്ട്? ഫസ്റ്റ് വാഷിൽ തന്നെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. എന്നും പറഞ്ഞ് എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഉപയോഗിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഓയിൽ സ്കിൻ ആണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസവും, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്കിന്നിലിട്ട് അങ്ങ് ഉരയ്ക്കാൻ പാടില്ല, എങ്കിൽ സ്കിന്ന് നന്നായിട്ട് ഡാമേജ് ആവും. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ട് തന്നെ ഫേസിൽ നിന്ന് വാഷ് ചെയ്ത് കളയുക. അപ്ലൈ ചെയ്ത് 3 മിനിറ്റിൽ കൂടുതൽ ഇത് വെയിറ്റ് ചെയ്യാൻ പാടില്ല, അതിന് മുന്നേ തന്നെ വാഷ് ചെയ്ത് കളയുക. ഹോം റെമഡീസ് ആണെന്ന് പറഞ്ഞ് ഒന്നും നോക്കാതെ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആഫ്റ്റർ വാഷിന് ശേഷമാണ്. അതായത് എന്റെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റും ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.